ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് നേരിട്ടങ്ങ് പോവുക. അപ്പോൾ അതിനുമുമ്പ് ഒരു രണ്ട് കാര്യം പറയാനുണ്ട്. നമ്മൾ ഇത് ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാണ്. നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യുന്നുണ്ട്, ധാരാളം ഫോളോവേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളുകൾ ഫേസ്ബുക്കിൽ കിട്ടുമ്പോൾ കുറേ താമസിക്കുകയല്ലേ. എന്നുവെച്ചാൽ എനിക്ക് 150-160 ചാനലുണ്ട് വിവിധ വിഷയങ്ങളെപ്പറ്റി. നമ്മുടെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കാണാം ഇഷ്ടമുള്ള സമയത്ത്. അതായത് എല്ലാ വിഷയത്തിലും നമുക്ക് നമ്മളുടെ എളിയ പരിജ്ഞാനം വെച്ചുള്ള പ്രഭാഷണങ്ങളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കാം. കുട്ടികൾക്കുള്ളതുണ്ട്, വ്യവസായികൾക്കുണ്ട്, വ്യവസായ മാന്ദ്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുണ്ട്. അതുപോലെ എല്ലാ സെക്ടറിലും അത് വരുന്നുണ്ട്. ഗവൺമെൻറ്റിങ്ങിൻ്റെ ആളുകൾക്കുണ്ട്, എല്ലാ സെക്ടറിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കാണുക. ഓക്കെ, കൊച്ചുകുട്ടികളെ വളർത്താനായിട്ട് ബന്ധപ്പെടുന്നവർ അനുസരണയില്ല, പഠിക്കുന്നില്ലെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോ നമുക്കുണ്ട്. എല്ലാ കുട്ടികളും മിടുക്കന്മാരായിട്ട് ജനിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഫീഡിങ്, ഭക്ഷണം മാത്രമല്ല അറിവിൻ്റെ ഫീഡിങ്, എല്ലാം പ്രവർത്തനം, നമ്മളെന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ കുട്ടികൾ പ്രതിഫലിപ്പിക്കുന്നത്. അതോർത്ത് ഇപ്പോൾ ഇത്തരം ചാനലുകൾ കാണാം. ബിസിനസ്സുകാർ, ഞാൻ ധാരാളം പണം ഉണ്ടാക്കി, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അപ്പോൾ അതെങ്ങനെ നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ള ക്ലാസ്സുകൾ അങ്ങനെയെല്ലാം ഉണ്ട്. ഓക്കെ, യു ക്യാൻ. ഇത് പ്രാരംഭം പറഞ്ഞതേ ഉള്ളൂ. ചിലരോട് ആവശ്യപ്പെട്ടു, കാരണം നമുക്ക് വ്യൂവേഴ്സ് വളരെയധികം ഉണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്, അല്ലെ കമൻറ്റ് കുറവാണ്. വളരെ കുറച്ച് പേര് നെഗറ്റീവായിട്ടും കമൻറ്റ് ചെയ്യാറുള്ളൂ. പോസിറ്റീവായിട്ട് കമ്പാരിറ്റീവ്ലി കൂടുതലുമുണ്ട്. പിന്നെ ഇതൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ നമുക്ക് എല്ലാ വിവരങ്ങളും തരുന്നുണ്ട്, ആര് കയറി ഇറങ്ങിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു. നമുക്ക് മ്യൂച്വലി സഹകരിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വിഷയം സംസാരിച്ചിരുന്നു. കേരള പോലീസിനെ സംബന്ധിച്ചും കേരള ഫയർഫോഴ്സ്, കേരള ഫോറസ്റ്റ്, KSRTC, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട സേവനം ചെയ്യുന്നത്. നമ്മൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുക, ദേശത്തും വിദേശത്തും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്, കാണുന്നതുകൊണ്ട് പറയുകയാണ്. ഇതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ആകാൻ അധികം താമസമില്ല. ഇറ്റ് വിൽ ബി ഡിക്ലെയർഡ് വെരി സൂൺ ഐ തിങ്ക്. അപ്പം നിങ്ങളുടെ ഓഫീസിൽ ചെല്ലുകയാണ്, അവിടെ നിങ്ങൾക്ക് എയർ കണ്ടീഷൻ മുറി ഇരിക്കാൻ സൗകര്യം, ടോക്കൺ തരുന്നു, പിന്നീട് ചായ തരുന്നു. ഇതൊക്കെ വിദേശത്ത് പോലും ഇല്ല കേട്ടോ. വിദേശത്ത് എന്നാൽ നല്ല വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്, നല്ല ഇരിക്കാൻ നല്ല കസേര കാണും. അവിടെ സ്റ്റാഫായിട്ടാകെ ഒരാളെ കാണുള്ളൂ, അയാളൊരു ഓഫീസറായിരിക്കും, എല്ലാവർക്കും പിയൂൺ, ആരും ഇല്ലാത്ത അയാളായിരിക്കും തൂക്കുന്നത്. എല്ലാവരും അധികം പേരില്ല. പിന്നെ നമുക്ക് ചായ തരാൻ അവിടെ ആരുമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർ നോക്കും, തരാവുന്നതാണെങ്കിൽ അപ്പം തന്നെ തരും, അല്ലെങ്കിൽ സെൻഡ് ഇറ്റ് യു ഹോം എന്ന് പറഞ്ഞ് നമ്മളെ വിടും. ഒരു വിഷയം തങ്ങൾ ഇത്രേ ഉള്ളൂ സംഭവം, മിനിറ്റുകൾക്കുള്ളിൽ സംഭവം തീരും. ഓക്കെ, നമ്മളതിലൊക്കെ ഒത്തിരി കടന്നുപോയി. നമ്മൾ മുതിർന്ന പൗരന്മാർക്ക് ചായ കൊടുക്കുന്നൊരു പദ്ധതി ഇതിൽ താമസമില്ല വരും, എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ എസ്പെഷ്യലി മുതിർന്ന പൗരന്മാർ ഓഫീസുകൾ സന്ദർശിക്കുമ്പോൾ അവർക്കൊരു ചായയോ കാപ്പിയോ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം വലിയ താമസമില്ല വരും കേരളത്തിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ആഗ്രഹം. എന്തായാലും നമ്മൾ പറയാൻ വന്ന വിഷയം ഇതൊന്നുമല്ല. കേരള പോലീസ് തലയുയർത്തി പിടിച്ചിരിക്കുന്ന പോലീസ്, അവർ ഈ ബംഗാളിലും ആസാമിലുമൊക്കെ പോയി പ്രതികളെ പിടിക്കുമ്പം വളരെ ഈ പൂവ് അറുത്തെടുക്കുന്ന പോലെ അത്ര ഈസിയായ സംഭവമൊന്നുമില്ല. സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോവുകയാണ്. അത് മമ്മൂട്ടിയുടെ പടം വന്നിട്ടുണ്ട്, ആസിഫയുടെ ഒരു പടം വന്നിട്ടുണ്ട്. എനിക്ക് ആസിഫയുടെ ഇവിടെ ഇഷ്ടപ്പെട്ടത് എല്ലാ ഒരേ ഇതിവൃത്തത്തിലുള്ള 2 സിനിമയും, കുറ്റവും ശിക്ഷയും, പിന്നെ ഒന്ന് കണ്ണൂർ സ്ക്വാഡ് അല്ലേ, അങ്ങനെയുണ്ട 2 സിനിമയും ഞാൻ പ്രാവശ്യം കണ്ടു. നല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പോലീസ് ഓഫീസേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു ടെൻഷനും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരം ആളുകളെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്താ, വെറും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി. ഹലോ, ഗുഡ് മോർണിംഗ്. വരാലില്ലേ? ഓക്കെ. അപ്പം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി പോലീസിനെ എകഴ്ത്തുക. ഇങ്ങനെ പോലീസിനെ എകഴ്ത്തിയാൽ
അങ്ങ് തിരുവനന്തപുരത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തോ പറ്റുമോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തോ പറ്റുമെന്ന് ഈ ആശാമാരുടെ വിചാരം. ഇത് പോലീസിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കോൺസ്റ്റബിളോ ഒരു SIയോ എന്തെങ്കിലും ചെയ്താൽ അത് ഡീൽ ചെയ്യേണ്ടത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും DYSPയും SP ഒക്കെയാണ്. അത് ഒരു ഗവൺമെൻറ്റിനെ ബാധിക്കാൻ പോകുന്ന പ്രശ്നമല്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ നമുക്കറിയാം, വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ തന്നെ നേപ്പാളിലെ ഭരണമൊക്കെ തകർത്ത് കളഞ്ഞുണ്ടല്ലേ, അവിടുത്തെ ധനകാര്യമന്ത്രിയെ വിവസ്ത്രനാക്കി വെള്ളത്തിൽ കൂടെ ഇട്ട് അടിക്കുന്നുണ്ടല്ലേ. ജനം വിചാരിച്ചാൽ ഇന്ന് നടക്കും. പക്ഷെ ജനം വിചാരിക്കണം, അല്ല കുറച്ച് പത്രക്കാർ വിചാരിച്ചാൽ പറ്റിയല്ല. അവർക്ക് അവരുടെ ഉപജീവന മാർഗം നമുക്കറിയാം. പാവങ്ങൾ ഈ പത്രം ലേഖകരെന്നൊക്കെ പറയാൻ നടക്കുന്ന ഒരു കഷ്ടമുണ്ട് കേട്ടോ. വ്യൂവേഴ്സിനെ സൃഷ്ടിക്കാനുള്ള പ്രോഗ്രാം കൊടുത്തില്ലെങ്കിൽ ചീത്ത, തെറി, യാതൊരു മനസ്സാക്ഷിയില്ലാതെ അതുകൊണ്ടാണ് അവർ കത്തി കയറുന്നത്. ഒരു പെൺകുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു TV വെച്ചിട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു. കൊച്ചുമക്കളൊക്കെ ഇരിക്കുക. ഒരു പോക്സോ കേസിനെ പറ്റി അവനങ്ങ് വർണ്ണിക്കാൻ തുടങ്ങിയിട്ട് അവനങ്ങ് ചെയ്തതുപോലെ നമുക്ക് തോന്നുന്നു. ഓടിച്ചെന്ന് TV ഓഫ് ചെയ്ത്. അത്ര മ്ലേച്ഛമായിട്ടാണ് TV. കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ TV വെച്ച് ന്യൂസ് നെറ്റിലൂടെ കൊടുത്തിട്ട് പോയരുത്. വളരെ പേടിക്കണം. അവർ ചില ഭാഷയൊക്കെ കേൾക്കും. ഇതൊക്കെ ഇവർ പറയുന്ന അവരുടെ അരിപ്രശ്നമായതുകൊണ്ട് പാവങ്ങൾ. അവരുടെ അറിവോ പരിജ്ഞാനമോ ഒന്നും അല്ല അവർ പറയുന്നത്. അവർ ആർക്കോ വേണ്ടി പറയുക. അത് ഓർത്തോണം. ഇപ്പം പത്രമാണേലും ഈ പറഞ്ഞ വീഡിയോ ചാനലുകളാണെങ്കിലും ഇപ്പോൾ കാണാൻ തോന്നുന്നുണ്ടോ? ബോറടിക്കുകയല്ലേ പെട്ടെന്ന്. ഞാൻ 5 മിനിറ്റ് പോലും എടുക്കാറില്ല പത്രം വായിക്കാൻ. TV ഇപ്പം ആകെപ്പാടെ 20 മിനിറ്റാണ് ടോട്ടലി കാണുന്നത്. എന്നുവെച്ചാൽ അവരിങ്ങനെ അവരുടെ ബിസിനസ് കാര്യവും കച്ചവടക്കാര്യവും പരസ്യവും ഇങ്ങനെ ഇട്ടടിക്കുക. അതിലേക്ക് നിർമ്മലരായ നേർത്ത മനുഷ്യരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇക്കിളി കഥകളും എന്തല്ല. ഇന്ന് ദേശത്ത് നടക്കുന്ന പല കാര്യവും ഈ TV ഒന്നും കണ്ടാൽ കാണത്തില്ല. നമുക്കറിയാം, ഇസ്രയേൽ ബോംബിട്ടു, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. മറ്റേ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനെ ഇതൊന്നും പറയാൻ ഇവർക്ക് നേരമില്ല. ഇവർക്ക് പറയാൻ നേരമുള്ളത് ഇവിടുത്തെ പോലീസുകാർ അതിലേ പോയി ഒരുത്തൻ്റെ കോളറെ കയറി പിടിച്ചു. അത് നിയമപ്രശ്നമല്ലേ? ഈ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഒരു കാര്യം ഞാൻ പറയാം. പോലീസിനെ നിർവാര്യമാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടുത്തെ ജനങ്ങളെ ഗവൺമെൻറ് അകറ്റാൻ വേണ്ടിയാണ്. നല്ല ഒന്നാം തരം പോലീസിങ് ഇവിടെ നടക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങും, വെളുപ്പിനെ നോക്കുമ്പം പോലീസ് വണ്ടി 1 മണിക്കും 2 മണിക്കൊക്കെ റോന്ത് ചുറ്റി പോകുന്ന ധൈര്യത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. അത് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ അരിപ്രശ്നത്തിന് വേറെ എന്തെങ്കിലും പണി നോക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട്? ഇന്നോവേഷൻസിനെ പറ്റി പറയാം. പുതിയ ഇപ്പോൾ ക്യാൻസർ മെഡിസിൻ വന്നിരിക്കുന്നു, അതിനെപ്പറ്റി പറയാം. ഇങ്ങനെയൊക്കെ എന്തെല്ലാം പോസിറ്റീവ് കാര്യങ്ങളുള്ളപ്പോഴാണ് പോലീസുകാരൻ 2007 ഒരാളുടെ കോളറെ പിടിച്ചു, 2025 പരാതി കേട്ടു. അതുപോലെ ഒരു പരാതി ഇല്ലാത്ത കേസിൽ അവിടെ അബോർഷൻ നടന്ന ആശുപത്രി അതെന്ന് അന്വേഷിക്കാൻ പറയുക. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മളൊത്തിരി മുമ്പിലേക്ക് പോയി. അതുപോലെ നമ്മുടെ എല്ലാ ജനങ്ങളും പോയിട്ടില്ല. ഇപ്പം നമ്മുടെ കോട്ടയം ജില്ല പട്ടിണി ഇല്ലാത്ത ജില്ലയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ വന്നു. പക്ഷേ എല്ലാ ജില്ലയും അങ്ങനെ ആക്കണം. അപ്പം ഒത്തിരി ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ എഴുതി പറയാനായിട്ട് ശ്രമിച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വല്ലാതെ അങ്ങ് സന്തോഷിച്ചൊരു സംഭവമാണ്. വയനാട്ടിലെ ഒരു പ്രത്യേക ദിവസം 2-3 ബ്ലോക്ക് ഉണ്ടായി. ഒന്ന് മണ്ണിടിച്ചിൽ വന്നു, അത് കഴിഞ്ഞൊരു ട്രെയിലർ മറിഞ്ഞു. ആകെപ്പാടെ കൺജസ്റ്റഡ് ട്രാഫിക് എല്ലാം മാറ്റി വെച്ച് ആകെപ്പാടെ പെയിൻഫുൾ സിറ്റുവേഷൻ. ഇൻ ദ സെയിം സിറ്റുവേഷൻ ഒരു അത്ഭുതം നടന്നു. അത് നടത്താനുണ്ടായ കാര്യം എന്താ? പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ ഇവിടെ നമ്മുടെ വയനാട് തുരങ്കം അത് ഓപ്പൺ ചെയ്തത് ഇതിനിടയ്ക്കാണ്. വളരെ കറക്റ്റ് സമയത്ത് ഗോളടിയാണ്. പക്ഷേ ആളുകൾക്ക് പറയാൻ പറ്റുമോ? എന്നാണെന്നറിയോ? ഈ ഗോളടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി, ഗുഡ് മോർണിംഗ് മിസ്, അനുമതി മേടിക്കണം. അപ്പോൾ അത് ഓൾറെഡി മേടിച്ചു. അത് കിട്ടിയതുകൊണ്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ കാര്യം, ഏതൊരു വലിയ വമ്പൻ 2200 കോടിയുടെ പരിപാടിയാണ്. ആക്ഷേപം വരും അല്ലേ? ഇവിടെ എന്താ ആക്ഷേപം ഉണ്ടാത്തെ? ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലും നിങ്ങൾ അറിയുന്നുണ്ടോ? വെള്ളത്തിൽ മത്സ്യം ജീവിക്കുന്ന പോലല്ലേ ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്? 2200 കോടി രൂപയുടെ ബിസിനസ് നടത്തിയിട്ട് ആക്ഷേപം വന്നോ? ഗുഡ് മോർണിംഗ്. എന്താ കാര്യം എന്നറിയോ? കൊങ്കൺ റെയിൽവേ സ്പെഷ്യലിസ്റ്റുകളാണ് ഈ തുരങ്കം പണിയുന്നത്. അവരെ പറ്റി ആക്ഷേപം പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനം 10-ലെടുത്ത് അടിക്കും. ഏതാ? ഇന്ത്യയുടെ അഭിമാനമായ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ച അതേ ആശയവും അതേ താല്പര്യക്കാരുമാണ്, അതേ ആളുകളെയാണ് ഈ തുരങ്കം നിർമ്മിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ ആക്ഷേപത്തിന് ഒരു അവകാശം ഇല്ലെന്നറിയാം. അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിന്നെ ആകെപ്പാട് ചെയ്യുന്നത് എന്തെങ്കിലും നല്ല കാര്യത്തിന് വിളിച്ചാൽ ചെല്ലാതിരിക്കുക, എന്നിട്ട് കുശുമ്പ് പറഞ്ഞ് നടക്കുക. ഓക്കെ, അത് കൊള്ളാം. എനിക്കോ നമ്മൾ ഈ പോലീസ് ഓഫീസർമാരെ ബഹുമാനിക്കണം. അവരുടെ ആ തൻ്റെ ഇടം അതാണ് നമ്മുടെ സുരക്ഷ, അത് ഓർത്തോണം. അവരെ കോളറിന് പിടിച്ചാൽ അവരെ എൻ്റെ പൊന്നു സ്നേഹിത, ഒരപ്പം വളർത്തിയ 4-5 മക്കളുണ്ടെങ്കിൽ കണ്ടില്ലേ, പാലായി തന്നെ ഒരുത്തൻ അമ്മാവനെയും സഹോദരനെയൊക്കെ വെടിവെച്ച് കൊന്നില്ലേ. അത് ഒരു കുടുംബത്തിലാണെന്ന് ഓർക്കണം. അപ്പോൾ പോലീസിൽ വരുന്ന പല ആളുകളാണ്. അവർ വരുമ്പോൾ അവരെ കോങ്ങാക്കി പിടിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരുടെ യൂണിഫോമിനെ അപമാനിക്കുക. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലൊക്കെ നിങ്ങളൊരു പോലീസുകാരനെ കൈ ചൂണ്ടിയാൽ നിങ്ങൾ 2 ആഴ്ച അകത്ത് കിടക്കും. അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നേരെ കിടക്കല്ല, ഒരുമാതിരി വളഞ്ഞു നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് തുള്ളി വെള്ളം ഇവിടുന്നൊക്കെ വരും. ഒരു പോലീസുകാരൻ്റെ കൈ ചൂണ്ട അവിടെ അവകാശമില്ല. ഇവിടെയോ പോലീസുകാരനെ ക്യാമറയുടെ മുമ്പിൽ പരസ്യമായി വിചാരണ ചെയ്യുക, എന്തൊരു മോശം അത്. അതുപോലെ ഒരു പോലീസുകാരൻ്റെ ദേഹത്ത് തൊട്ടേക്ക് തീർന്നു അവിടെയോ. അപ്പോൾ നിങ്ങൾ വെടിവെക്കുന്നവരാരും വെടിവെച്ച് കൊല്ലുകയല്ലേ. പക്ഷേ പോലീസിനെ അതുപോലെ എത്ര പണക്കാരൻ പോലീസിനുള്ള ബഹുമാനം കാണണം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് പോലീസ് ഒരു വണ്ടി വന്ന് നിർത്തിയാൽ മതി, ഒരു കൈ കഴുകാൻ എല്ലാ വണ്ടിയും അതിൻ്റെ പുറകെ നിന്നിരിക്കും. അതാണ് സിസ്റ്റം, ഡിസിപ്ലിനാണ്. കേരളത്തിലെല്ലാം വളർന്നു പോകുമ്പോൾ ഒരു ഭാഗം വളരുന്നില്ല. പോലീസിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പറയുന്നില്ല. പോലീസിൻ്റെ യൂണിഫോമായി ടച്ചാൽ എന്ത് ശിക്ഷ കിട്ടും? അവൻ്റെ കയറി കൈ നീട്ടി ആവശ്യമില്ലാതെ പരസ്യമായി വിചാരണ നടത്തിയാൽ എന്ത് ശിക്ഷ കൊടുക്കണം? അവനെ പരസ്യമായി ക്യാമറയുടെ മുമ്പിൽ വിചാരണ നടത്തി എന്ത് ശിക്ഷ കൊടുക്കണം തീരുമാനിക്കണം. അവനൊരു ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാം. അല്ലാതെ പരസ്യമായിട്ട് ആളെ കൂട്ടി റോഡിൽ തടയുകയും അവൻ്റെ ഗുഡ് മോർണിംഗ് കൊങ്ങായിക്ക് പിടിക്കുകയല്ല വേണ്ടത്. എന്തായാലും നമ്മളെ ഒത്തിരി ഉയർന്നു പോകുമ്പം അതിൻ്റെ സമകാലീനമായ അന്തരീക്ഷം കൂടെ സൃഷ്ടിക്കപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നുക. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും വിദേശത്തൊക്കെ എന്താ, പോലീസിൻ്റെ നേരെ കൈ ചൂണ്ടിയാൽ പനിഷ്മെൻ്റ് ഉണ്ട്, അവനെ ഇൻസൾട്ട് ചെയ്താൽ പനിഷ്മെൻ്റ് ഉണ്ട്, അവനെ വീഡിയോ എടുത്ത് അപമാനിക്കാൻ ശ്രമിച്ച് ഇതിലിട്ടാൽ പനിഷ്മെൻ്റ് ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. 3-4 പേര് ചേർന്ന് മത്സരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരുത്തിനെ കൊങ്ങാക്കി പിടിച്ചെന്നൊക്കെ പറഞ്ഞ കേസ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആര് കട്ടിട്ട് മുട്ടിച്ചതൊന്നുമല്ല അവനെ പിടിച്ചവൻ. വഴിയെ ഒരു പോലീസ് ഓഫീസർമാർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ കയറി അഭിപ്രായം പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തിയപ്പം കൂടുതലായപ്പോൾ അവനെ അവർ പൊക്കിക്കൊണ്ട് പോയി. വണ്ടിയായിരുന്നു അവരെ അലസരപ്പെടുത്തുകയും വീണ്ടും അവർ ചീത്ത പറയുകയും ചെയ്തപ്പം അവർ നിയമം അനുശാസിക്കുന്ന പരിമാപനമായ കൃത്യം നിർവഹിച്ചു. ഇനി വേണേൽ പറയാൻ പൊട്ടിന് കൊടുത്തു, സത്യ അതല്ലേ ഉണ്ടായത്, അല്ല അവനെ വേറൊന്നും ചെയ്തില്ലല്ലോ. IPC പഴയ IPC ഇപ്പോഴത്തെ പുതിയതിൻ്റെ പേര് നിങ്ങൾ നോക്കുക. അതിലുണ്ട് ഇതൊക്കെ പ്രതിയെ കീഴ്പ്പെടുത്താനും. പിന്നെ ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പത്രക്കാരുടെ അറിവേ, ഒരു പ്രതിയെ FIR ഇടാതെ അറസ്റ്റ്. ഫോണിൽ വിളി വരുന്നു, എൻ്റെ വീട്ടിൽ അക്രമകാരികൾ ആക്രമിക്കുന്നു, തല്ലി തകർക്കുന്നു. പോലീസ് വണ്ടിയെടുത്ത് പാഞ്ഞ് ചെല്ലുമ്പം FIR ഇട്ടിട്ടാണ് ചെല്ലുന്നത്. ഞാൻ ഒത്തിരി ചിരിച്ചു കേട്ടോ. നമ്മുടെ പാവം പിള്ളേരുടെ ജനങ്ങളെ പറ്റി ഇതൊക്കെ മതി. എന്തായാലും കേരള പോലീസിനെ അവരുടെ പണിക്ക് വിടുക, അവരുടെ പുറത്ത് കയറാൻ നിൽക്കണ്ട. അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഒരു കോൺസ്റ്റബിൾ തെറ്റ് ചെയ്താൽ CA ആയിരിക്കും അതിന് മറുപടി പറയേണ്ടത്. CI തെറ്റിയാൽ DYSP പറയും, അല്ലെ IG പറയും. മുഖ്യമന്ത്രിയൊന്നും ബാധിക്കുന്ന വിഷയമില്ല. അതോർത്താരും മഞ്ഞപ്പലം കണ്ട് പത്രത്തിലെഴുതി പോലീസിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്തു, ജനങ്ങളെല്ലാം വീഡിയോ ചെയ്തു. ഇപ്പോൾ യുവാക്കളിറങ്ങി പട്ടികളെ നിയന്ത്രിച്ച് തുടങ്ങി. അതായത് ഉടമകളെ പട്ടികൾ വീട്ടിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ പട്ടികളെ നിയന്ത്രിക്കാൻ തുടങ്ങി. അതിന് മാറ്റം വരാനുണ്ട്. എന്തായാലും നമ്മുടെ കേരളം രക്ഷപ്പെടണമെങ്കിൽ അലിഞ്ഞു തിരിഞ്ഞ് ഈ തെരുവ് നായ്ക്കളെ കൺട്രോൾ ചെയ്യണമെന്ന് ഒരാശം എൻ്റെ പുറകെ നടന്ന്. പക്ഷേ അക്രമകാരിയല്ല, ഒരു സൈലൻറ്റ് ഡോഗ, ഈസ് ഓൾവേസ് ഫോളോയിങ് മീ. പക്ഷെ കൺട്രോൾ ചെയ്യണം. ഇതെനിക്ക് പ്രശ്നമില്ല. പെൺകുട്ടികളൊക്കെ അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാൻ വരുന്നവർ പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്യണം. എന്തായാലും യുവാക്കളുടെ മുന്നിട്ടുള്ള പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. മറക്കണ്ട, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. അതുപോലെ നമ്മുടെ സൈമൺ വർഗീസ് ഫേസ്ബുക്ക്, സൈമൺ ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദിസ് ഈസ് വൺ ഓഫ് ദി പോസിറ്റീവ് ചാനൽ. We are not recommending or we are not talking about negative aspects at any cost. ഇല്ല, നമ്മൾ ചെയ്യത്തില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.